പിള്ളേർ ക്ലബ്ബിൽ നടത്തുന്ന പരിപാടിക്ക് ഞാൻ പോയി നോക്കിയപ്പോ ഉച്ചയ്ക്ക് ഓണസദ്യ പോലും കഴിക്കാതെ ഇയാൾ പോയി ഇരക്കും. ആ മൈക്കൊന്ന് തരാവോ മക്കളെ, അങ്കിൾ ഒരു പാട്ട് പാടട്ടെ എന്ന്. ഓ ഇരന്നേരം ആ പിള്ളേർ പറഞ്ഞ സാറല്ലയോ ഒരു പാട്ട് പാട്ടെന്ന് പറഞ്ഞ ഒരു പാട്ട് പഠിച്ചേതായിരുന്നു. ആ പാട്ട് അതൊന്നും പിടിക്കട്ടെ പറഞ്ഞാൽ മതി. പൂവിന്റെ കവളി തലോടി 3 ദിവസവും ഇരുന്ന് കവളി തലോടിക്കൊണ്ട് ഇവിടെ ഇരുന്നത്. കൊച്ചു പിള്ളേർ വന്ന് നല്ല വേഷം നിങ്ങളുടെ കണ്ണം നോക്കി തന്നില്ലയോ? കൊച്ചു പിള്ളേർ അടിച്ചല്ല. ഞാൻ പാട്ട് പാടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോ പിള്ളേർ വന്ന അങ്കളെ അടിപൊളി പാട്ടായിരുന്നു പിള്ളേർ തലോടി. അത് 2-3 പിള്ളേർ സ്പീഡിലൊന്ന് തലോടി. അതിന് നീരായിരുന്നു, അല്ലാതെ എന്നെ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ വന്ന ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ സംഗീതം എന്ന് പറയുന്നത് കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അതൊരു സിദ്ധിയാണ്, ദൈവാനുഗ്രഹമാണ്. അല്ലാതെ ഈ കരോക്കെ കിടന്ന് വെപ്രാളം പിടിച്ച് പാടുന്ന അല്ല സംഗീതം. ദൈവത്തെ ഓർത്ത് പ്രഗത്ഭര് പറഞ്ഞത് നമ്മൾ കേൾക്കണം. സംഗീതം അനന്ത സാഗരമാണ്. ആ സാഗരത്തിന് ഒരു തുള്ളി പോലും നിങ്ങളുടെ ഈ വിരൽ കൊണ്ട് സ്പർശിക്കാനുള്ള മഹത്വം നിങ്ങൾക്കില്ല. പ്രവീണ നീ പോരി. ആ സാഗരം നീന്തി കടന്ന് അക്കരെ പോയി തോർത്തിട്ട് നിൽക്കുന്നവനാ ഞാൻ. എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ആരോട് പറയാനത്? മനുഷ്യൻ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടോ? എന്തോ ചോദ്യമാണ്. നീ അല്ലാതെ എനിക്ക് നീ ആരുണ്ടടി? നീ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഞാനുണ്ടോ? നിങ്ങൾക്ക് ജ്ഞാനുണ്ടോന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടോ? സംഗീതത്തിൽ നിങ്ങൾക്ക് വല്ല ജ്ഞാനവും ഉണ്ടോ? ആരാടാ ഈ പറയുന്നത്? ഞാൻ ജനിച്ച് വീണതേ സംഗീതം കൊണ്ടാ വീണത്. ഞാൻ കിർങ്ങാന്ന് കരയുന്നതിന് പകരം ഗംഗെ തൊടിയിൽ ഉടനെ ഇത്ര എന്ന് പറഞ്ഞാണോ നിങ്ങൾ കരഞ്ഞത്? ആണോ? എനിക്ക് എന്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാ ഇത്. അപ്പൊ അച്ഛനെ എന്താ കിട്ടി? അച്ഛൻ്റെ കിട്ടിയതാ നീ ഞാനവിടെ താമസിക്കുന്നത്.